നേരിട്ട സംവാദത്തിനാണ് അങ്ങേ പ്രതിപക്ഷ ക്ഷണിച്ചത്, വെല്ലുവിളിച്ചത്. അങ്ങ് ഫേസ്ബുക്കിലൂടെ മാത്രമേ സംവാദം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് സംവാദം ഉണ്ടാവുക? അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഇത് സംബന്ധിച്ച് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയോ അതുപോലെ പ്രതിപക്ഷമോ ഒരക്ഷരം FCR നിയമ ഭേദഗതിക്കെതിരെ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്കിടെ പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്കിടയിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഇതിനകത്ത് ദുരുദ്ദേശം എന്തെന്നാണ് ആരോപിക്കപ്പെടുന്നത്. CM അടക്കം അതിനെതിരെ പാർട്ടിയും അതിനെതിരെ പ്രമേയം പാസ്സാക്കുകയും പ്രസ്താവിക്കും. പക്ഷെ പ്രതിപക്ഷം ഒരു അക്ഷരമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് വല്ലാത്ത ആശങ്ക വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വാഭാവികമായും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ക്രൈസ്തവ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണങ്ങളുണ്ട്. ധാരാളം മിഷണറിമാരുടെ പ്രവർത്തനം നടക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള പണം വരുന്നു, അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നല്ല തരത്തിൽ ആളുകളെ സേവിക്കുന്ന നിലയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ചില ആശുപത്രികളെടുത്താൽ മറ്റു ചില ആശുപത്രികളിൽ വലിയ ചാർജ് ഈടാക്കുമ്പോൾ ഇത്തരം ചില ആശുപത്രികൾ ന്യായമായ നിലക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണല്ലോ അത്. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അതൊന്നും സർക്കാർ കൊടുക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. അവർ ചാരിറ്റി പ്രവർത്തനം നടക്കുകയില്ലേ? അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് വലിയ തോതിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലല്ലോ. ആ ചാരിറ്റി പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് സംഭാവനയായും മറ്റുമാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, മറ്റു തരത്തിൽ ലഭിക്കുന്നുണ്ടാവും. ഈ പറയുന്ന തരത്തിൽ അവരധ്വാനിച്ച് കാശുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ എടുക്കേണ്ടത്. അതിലെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലാലോ. എന്നിട്ട് നിന്നെ ഞാൻ ശരിയായി കളയുന്നുള്ള മട്ടിൽ നീങ്ങാൻ പാടില്ലാലോ. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്. അതിനുള്ള പുതിയ തെളിവായി പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതേ ചോദ്യമാണ്, അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഒരു പ്രത്യേകത. നിങ്ങൾ ചിലർ ഇതിന് ചില കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്, അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചോദ്യമായിട്ട് വന്നോ? അതുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ഒരു തരം പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമയിലേ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതിനാണല്ലോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ,
അതൊന്നും ഞങ്ങളെ മേക്കിട്ട് മാറാമെന്ന് വിചാരിക്കണ്ട. അതൊന്നും യേശുന്ന കൂട്ടറല്ല ഞങ്ങൾ. എന്തുകൊണ്ട്? ഞങ്ങൾ സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഞങ്ങളുടെ നിലപാടുകൾ എല്ലാ കാലത്തും വർഗീയ വിരുദ്ധമാണ്. ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല. ഒരു വർഗീയതയും എതിർക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇവിടെ RSSനോടും BJPയോടും അനുകൂല മനോഭാവം സ്വീകരിച്ച കോൺഗ്രസിന്റെ ചരിത്രം അതാകെ ഞാനിപ്പോൾ ഇടണോ? നിങ്ങൾക്കാർക്കും അറിയില്ലേ അതിനെപ്പറ്റി? നിങ്ങൾ ഈ ചോദിച്ച ആൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് നടന്നതെന്ന്, എന്താണ് സംഭവിച്ചിരുന്നതെന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഡീലുകളാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോഴാണല്ലോ അത് മനസ്സിലാകുക. ഞങ്ങളൊരു കാലത്തും ഡീലിന് നിന്നിട്ടില്ലാലോ. ചരിത്രത്തിലൊന്നും അങ്ങനെ പറയാനില്ലാലോ. അനാവശ്യമായ നുണ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അത് ബോധപൂർവം ചെയ്യുന്നതാണല്ലോ. പക്ഷേ ആരാ ചെയ്യുന്നത്? ഒരുപാട് നാടിന് ചേരാത്ത, രാജ്യത്തിന് ചേരാത്ത ഇത്തരം അവിശുദ്ധ നീക്കങ്ങൾ നടത്തിയവർ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയവർ. അതല്ലേ വസ്തുത? അതിൻ്റെ ഭാഗമായി RSSുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അനുഭവമില്ലേ? രാജ്യത്തിൻ്റെ അനുഭവമില്ലേ? കോൺഗ്രസ് സ്വീകരിച്ച നിലപാടില്ലേ? ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ RSS ഉന്നയിക്കുന്ന, സംഘപരിവാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ക്രൈസ്തവ മിഷണറിമാരിൽ, ക്രൈസ്തവ വിഭാഗത്തിലടക്കം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ നിയമ ഭേദഗതി, അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയാൻ തയ്യാറാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? എവിടെയാണ് ഈ ഒരുതരം നേരത്തെയുള്ള ആ മൃദു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുകയല്ലേ പല കാര്യങ്ങളിലും? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. ഞങ്ങളെ അതിന്റെ ഭാഗമാക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇപ്പം നിർത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രണ്ട് വിഷയങ്ങളിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് VD സതീശനുമായി ഒരു പരസ്യ സംവാദത്തിന് താങ്കളുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഫേസ്ബുക്ക് സംവാദം മാത്രമേ താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അപ്പോൾ ഫേസ്ബുക്കിൽ VD സതീശനെതിരെ അദ്ദേഹം ഇട്ടിട്ടുള്ള കുറിപ്പിന് മറുപടി വല്ലതും പറയാനുണ്ടെങ്കിൽ VD സതീശന് പറയാം. തിരിച്ചും ആ രൂപത്തിൽ അതേ പ്ലാറ്റ്ഫോമിലൂടെ മറുപടി പറയുമെന്നാണ് മുഖ്യമന്ത്രി